നോക്കൂ നിഷാദ്, അങ്ങ് പറഞ്ഞത് 100% കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച് അത് ഞങ്ങളുടെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി യോഗത്തിൽ പാർട്ടിയുടെ നിലപാടായി ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഈ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങ് പറയാനുള്ള സാഹചര്യം ഉണ്ടായത്? 12 വർഷത്തെ ഭരണത്തിൽ നമ്മൾ കണ്ടതാണ് അടിക്കടി നടക്കുന്ന ഓരോ കാര്യങ്ങളും. ഏറ്റവും ഒടുവിൽ അവസാനം നടന്ന സമരം നമുക്കറിയാം, 1 വർഷത്തിലേറെ നീണ്ടു നിന്ന കർഷക സമരം. എന്തായിരുന്നു കർഷകരുടെ ജനത ഒന്നായി സമരം ചെയ്ത് ഏതാണ്ട് 600-ലേറെ ആളുകളുടെ മരണമുണ്ടായ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടായ ഒരു സമരമാണ്. ആ സമരത്തിലേക്ക് ഒരു മന്ത്രിപുത്രൻ വാഹനമോടിച്ച് കയറ്റി അവിടെ കൊല നടത്തിയ കാര്യങ്ങൾ, ആ മന്ത്രിപുത്രനെയും മന്ത്രിയെയും ഒക്കെ സംരക്ഷിക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെൻറ്. അപ്പോൾ അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നണി വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട പൗരത്വ ഭേദഗതി സമരം, അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത സമരമായിരുന്നു. അന്ന് താങ്കൾ കണ്ടതാണല്ലോ, കോടതി പോലും അതിനെതിരായി നിലപാടെടുത്തത് താങ്കൾ കണ്ടതാണല്ലോ. അതിനുശേഷം വന്ന ഏറ്റവും ഒടുവിൽ നടന്ന രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടുവന്ന നമ്മുടെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ. ഈ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സമരങ്ങളോട് ഗവൺമെൻറ് കാണിക്കുന്ന ഒരു എന്താ പറയുക, ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാട്. ആ ജനാധിപത്യ നിലപാടുകൾ അത് ഈ ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് തന്നെ പൂർണ്ണമായും ഭരണഘടനയെ പോലും നിഷ്കാസിതരാക്കുന്ന ഒരു നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒരു പ്രതിപക്ഷം മാത്രം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഇന്ത്യ മുന്നണി മാത്രം ഏറ്റെടുക്കുകയോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഭരണമല്ല. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണപക്ഷമുണ്ടെങ്കിലേ ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായാൽ വിജയം കഴിയുകയുള്ളൂ. എന്നാൽ ഇത് അതിനപ്പുറത്ത് ഉള്ള ഒരു ഭരണകൂടമായി ഇന്ന് മാറിയിരിക്കുന്നു. ആ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ നെറികേടാണ് ഈ വിദ്യാർത്ഥികളോട് കഴിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നമ്മൾ 28-ാം തീയതി തുടങ്ങിയ നിരാഹാര സമരം, അത് 20-ാം തീയതി തുടങ്ങിയ സമരം, ആ സമരത്തിനോട് ഗവൺമെൻറ് കാണിച്ച ഒരു എന്താ പറയുക, എത്ര ദിവസം 10-20 ദിവസമായി ആ ചർച്ച പോലും ചെയ്യാൻ തയ്യാറാവാത്ത മന്ത്രിയുടെ നിലപാട്, അതുപോലെ ഈ സമരത്തിനോട് കാണിച്ച നെറികേടുകൾ, അതിലൊക്കെ അപ്പുറമായി സമരത്തിലെ വിദ്യാർത്ഥികൾ തന്നെ, ഞങ്ങളാരും അതിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, എല്ലാവരും അന്നെന്താ പറഞ്ഞത്, ഞങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല, ഞങ്ങൾ പ്രതിപക്ഷം എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 20-ാം തീയതി പാർലമെൻറ്റിലേക്ക് ഈ കുട്ടികൾ നടത്തിയ സമരം, ആ സമരത്തെ നേരിട്ട രീതി നമ്മൾ കണ്ടതാണല്ലോ. സ്ത്രീകളോട്, പെൺകുട്ടികളോട് ഒരു കാമഭ്രാന്തി പിടിച്ച ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഏർപ്പാടാണ് ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും ചെയ്തത്. അതും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം. അങ്ങനെ ക്രൂരമായി ചെയ്തപ്പോൾ അതിന് നേരത്തെ CPM-ൻ്റെ പ്രതിനിധി സംബന്ധിച്ച് XMP പറഞ്ഞു, ഞങ്ങളൊക്കെ ഏറ്റവും അവസാനത്തെ ചോയ്സ്, ഞാനൊരു അഭിഭാഷകനാണ്, ഞാൻ ബാർ കൗൺസിൽ അംഗമായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ അവസാനത്തെ നമ്മളുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി ഇത് കേൾക്കാൻ പോലും തയ്യാറല്ല. ഞങ്ങൾക്ക് സമയമില്ല. അദ്ദേഹത്തിന് പിന്നെ എന്തിനാണ് സമയം? അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തിൽ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്നതും വിദ്യാർത്ഥികൾ സംഘടിക്കുന്നതും ഈ സുപ്രീം കോടതിയിൽ പോലും രക്ഷയില്ലാതെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവർ തെരുവിലേക്ക് ഇറങ്ങിയതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് അതിനൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇതുവരെ ആരും പരാമർശിക്കാത്ത ഒരു കാര്യമാണ്. ഇന്ത്യയുടെ അഭിഭാഷകരുടെ ഒരു സംഘടനയുണ്ട്, അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അതിൻ്റെ മനൻകുമാർ മിശ്ര എന്ന് പറയുന്ന അതിൻ്റെ ചെയർമാൻ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? അദ്ദേഹം ഈ സമരത്തിന് അനുകൂലമായി പറഞ്ഞത് മാത്രമല്ല, ഈ സമരത്തിന് എതിരായുള്ള നിലപാടുകൾ ഏറ്റവും വലിയ രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അഭിഭാഷകരുടെ സംഘടന അല്ലെങ്കിൽ അഭിഭാഷകരുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലും അതിന് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയം, ആ ഒരു കാര്യത്തിലാണ് ഈ രാഹുൽ ഗാന്ധി അത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ മറിച്ച് ഞങ്ങളത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത് പ്രതിപക്ഷം നടത്തുന്ന ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള സമരം എന്നല്ലേ നിങ്ങൾ പറയുക. ഇപ്പം എന്താണ് ഉണ്ടായത്? ഇന്ത്യയിലെ അരക്ഷിതരായി തോന്നുന്ന യുവജനങ്ങൾ, അത് ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിലുണ്ടായല്ലോ, ബീഹാറിലുണ്ടായല്ലോ, ബംഗാളിലുണ്ടായല്ലോ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായല്ലോ. ഉണ്ടായത് ഒരു സ്പോണ്ടേനിയസ് ആണ്. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല, ഒരു വാട്സപ്പ് കൂട്ടായ്മ മാത്രമാണ് എന്നാണ് അവർ ഇന്നും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായുള്ള, അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഈ ഗവൺമെൻറ്റിനെതിരായി എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ട്. ആ കാര്യങ്ങൾ ഒന്നിന് പറയുക ഒന്നായി ഞങ്ങളാരും ഇടപെട്ടിട്ടില്ല. ഒരു SFIയുടെയും അതുപോലെ ചില സംഘടനകൾ മാത്രമാണ് പരസ്യമായി ആ സമരത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളുടെ സമരങ്ങൾ വേറെ തന്നെയായിരുന്നു.
കോൺഗ്രസ് വേറെ തന്നെ സമരം NSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പേരിൽ വേറെ തന്നെ സമരം നടത്തിക്കൊണ്ട് അതിന് പിന്തുണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്.